ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി 23 മുതൽ മാർച്ച് 1 വരെയുള്ള ഒരാഴ്ച കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട്, ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അതിന് ചില പ്രത്യേകതകളുണ്ട്. വെസ്റ്റേൺ ആസ്ട്രോളജിയും ഭാരതീയ ജ്യോതിഷവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പ്രവചന കാര്യങ്ങളിലല്ല, പരിഹാരങ്ങളിലാണ്. കാരണം ഈശ്വര സങ്കല്പം വ്യത്യാസമാണ് എന്നുള്ളതാണ് പാശ്ചാത്യവും പൗരസ്ത്യവും. അതാണ് ആദ്യമായിട്ട് അറിയേണ്ടത്. വെസ്റ്റേൺ കോൺസെപ്റ്റിൽ ഈ പരിഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ്. ഗ്രഹങ്ങളെ, പ്ലാനറ്റ്സിനെ ഗ്രഹങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്റ്സ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അത് ഗ്രഹദേവതമാർ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കോൺഷ്യസ്നെസ് പോലെ ഒരു ബോധമുള്ള ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരു സങ്കല്പത്തിനെയാണ് നമ്മൾ ഗ്രഹങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഗ്രഹങ്ങളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആശയവിനിമയം നടത്താം എന്നുള്ളതാണ്. ഗ്രഹദേവതമാരുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താം എന്നുള്ളതാണ്. അതാണ് പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ കുറയുകയും അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരും എന്നാണ് വിശ്വാസം. അതാണ് ഭാരതീയ ജ്യോതിഷവും പാശ്ചാത്യ ജ്യോതിഷവും തമ്മിലുള്ള എസെൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വളരെ റാഷണലായിട്ട് യുക്തിസഹമായിട്ട് ചിന്തിച്ചാലും നമ്മൾ ഒരു സമർപ്പണം നടത്തുമ്പോൾ, നമ്മളൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഒരു വ്യക്തിക്ക് അതീതമായിട്ടുള്ള ഒരു ശക്തിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും നമ്മുടെ ഹിഡൻ ഫാക്കൽറ്റീസ്, മറഞ്ഞു കിടക്കുന്ന കഴിവുകളെ പോലും പുറത്തു കൊണ്ടുവരും എന്ന് ആധുനിക സൈക്കോളജി പറയുന്നുണ്ട്, മോഡേൺ സൈക്കോളജി പറയുന്നുണ്ട്. എല്ലാവരും അതാണ് ചെയ്യുന്നത്. നമ്മൾ പൊതുവെ പറയാം, മോട്ടിവേഷൻ ടോക്സ് ഉണ്ട്, പിന്നെ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ആധുനികമായിട്ടുള്ള സൈക്കോളജിയിൽ ഉണ്ട്. നമ്മൾ സ്വയം സങ്കല്പിക്കുക, നമ്മൾ ആ രീതിയിൽ ഉയരുന്നു എന്നുള്ള ആ സങ്കല്പത്തിലൂടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ ജ്യോതിഷ പ്രോഗ്രാം എന്നുള്ള കാര്യം അറിയുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ ധാരാളമായി ഉണ്ടാകും എന്നുള്ളതാണ്. തീർത്ഥാടനം ഉണ്ടാകാം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. ഇതിനാവശ്യമായിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ മറ്റ് ചിലവുകൾ, അപ്പോൾ ഒരു ചിലവ് കുറച്ചൊന്ന് കൂടിയിരിക്കുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. കൂട്ടുകാരെ, ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകും. ബന്ധുമിത്രാദി, അത് ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ കണ്ടുമുട്ടുവാനും അങ്ങനെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള ഒരവസരം ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നേട്ടങ്ങൾ സാമ്പത്തികമായി ഉയർച്ച കാണുന്നു എന്നുള്ളതാണ്. അതായത് പ്രൊമോഷൻ സാധ്യതയുണ്ട്, ശമ്പളം കൂടുതൽ വരാം, ഇൻക്രിമെൻറ്റോ ആരിയേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് തരക്കേടില്ലാത്തൊരു ജോലി ഭാഗ്യമുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലിക്ക് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. പൊതുവേ നേട്ടങ്ങളുടെ ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങൾക്കും അനുകൂലമാണ്. വിവാഹ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. ഈ രാശിയിൽ ജനിച്ചവർക്ക് കുറച്ച് പേർക്കെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകാം. അപ്പോൾ ആ സാമ്പത്തിക പ്രയാസങ്ങളുള്ളവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്രം ദർശനം. ഭദ്രകാളിന് കാലത്തെ ഭദ്രമാക്കുന്നവളാണ് ഭദ്രകാളി. അപ്പോൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളി സ്തോത്രമുണ്ട്, ഭദ്രാംബിക അഷ്ടോത്തര നാമാവലിയുണ്ട്, അത് ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ തടസ്സങ്ങളും മാറി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്ന് പ്രത്യേകിച്ചറിയുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കോപ സ്വഭാവം, ഇമോഷണലായിട്ടുള്ള ടോക്സ് കഴിയുന്നതെന്ന് ഈ വാരം കുറയ്ക്കുക. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം.
പുതിയൊരു ജോലി, ചെറിയൊരു വരുമാനമാണെങ്കിലും തരപ്പെടുവാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അല്പം പണം വന്ന് ചേരുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പൊതുവേ ചിലവ് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് സാമ്പത്തികമായിട്ടൊരു ടൈറ്റ് സിറ്റുവേഷനൊക്കെ വരുവാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നുണ്ട്. ബിസിനസ് ഫീൽഡിലുള്ളവർക്ക് കുറച്ചൊക്കെ ഈ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സെയിലായി പോകാനുള്ള, വിറ്റ് പോകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു കാര്യത്തിൽ പണം മുടക്കിയുള്ള ഒരു കാര്യത്തിനും ഇപ്പോൾ ഇടപെടരുത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യരുത്. ഷെയർ മാർക്കറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഒരു ലോ പ്രൊഫൈൽ, ഒന്നും അങ്ങോട്ട് അധികം ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. വീട് പണി അല്ലെങ്കിൽ അതിലൊക്കെ അധിക ചിലവ് വരാം. അൺഎക്സ്പെക്റ്റഡ് മെയിൻ്റനൻസ്, റിപ്പയറൊക്കെ വരാം, വീടിനായാലും വാഹനത്തിനായാലും. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് പണച്ചെലവ് വരുന്ന ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് പിതൃസ്ഥാനീയർക്ക്, അച്ഛൻ്റെ ബന്ധുക്കൾ ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ വരുവാനോ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ അധിക പണച്ചെലവിനോ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. വസ്തുവിൻ്റെ ട്രാൻസാക്ഷന് പൊതുവെ അത്ര അനുകൂലമായിട്ടുള്ളൊരു സമയമല്ല. വസ്തു വിൽക്കാനിട്ടിരിക്കുന്നവർക്കൊക്കെ ഈ ലാസ്റ്റ് മൊമെൻറ്റ് ഹിച്ചസ് നമ്മൾ പറയില്ല, ഇപ്പം അങ്ങോട്ട് നടക്കും തോന്നും, പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും വൈകുവാനുള്ള സാധ്യത. പ്രണയിക്കുവാൻ പറ്റിയ വാരമല്ല. പ്രണയ കാര്യങ്ങളിൽ പോലും ഒരു തീരുമാനം എടുക്കുവാൻ ഒട്ടും അനുയോജ്യമായിട്ടുള്ള സമയമല്ല. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്നവർ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശ്രീ വിഷ്ണു സ്തോത്രം അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ടൈറ്റ് സിറ്റുവേഷനൊക്കെ ഈ ജപം കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ വാരം അലച്ചിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരാം, അതിനുള്ളൊരു സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം എന്നുള്ളതാണ്. കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും വയറ് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും ഏറെ കാണുന്നു. 4-ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്ക്, അതായത് 48 വയസ്സ് കഴിഞ്ഞവർക്ക് പൊതുവെ ജോയിൻസിനൊക്കെ കാലിന് വേദന, ബാക്ക് പെയിൻ ഇവയൊക്കെ വരുവാൻ സാധ്യത ഏറെയുള്ള കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും, അതായത് വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുക, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. രാത്രികാല സഞ്ചാരം പ്രായമായവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെ ആരോഗ്യകാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. മഹാദേവ പ്രീതി കൊണ്ട് ഈ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. അടുത്ത ശിവക്ഷേത്ര ദർശനം നടത്തുക. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ദിവസവും ഓം നമ ശിവായ ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ അത്ര നല്ലൊരു കാലമല്ല. അനുയോജ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും എന്നുള്ളതാണ്. പൊതുവെ ജോലിയുള്ളവർക്ക് അല്പം ഒരു പണം കൂടുതൽ കിട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സൂചനകൾ വരാമെങ്കിലും അല്പം കൂടി കാര്യങ്ങൾ വൈകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതായി അനുഭവപ്പെടാം. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി ശ്രീകൃഷ്ണ പ്രീതി അത്യാവശ്യം വരുത്തണം. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും, ജോലി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിലെ നിശ്ചയം മുതലായ കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണല്ലോ, അതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. തെറ്റായ തീരുമാനങ്ങൾ ഏറെ വരുവാൻ സാധ്യതയുള്ള ഒരു കാലമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കൊള്ളുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് കാണുന്നത്. വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ സാധ്യത, അല്ലെങ്കിൽ അരിയേഴ്സ് ലഭിക്കുക, ഇൻക്രിമെൻറ്റോ ഒരു പ്രൊമോഷനോ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ ഇതൊക്കെ വരാം. ചിട്ടി മുതലായ കാര്യങ്ങളിൽ നിന്നും ഒക്കെ നേട്ടങ്ങൾ വരുന്നൊരു സമയമാണ്. വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
അതിനാവശ്യമായിട്ടുള്ള സാങ്ഷനൊക്കെ ലഭിക്കുവാനും ലോണൊക്കെ ലഭിക്കുവാനും ഭാഗ്യമുള്ള സമയമാണ്. പുതുവസ്ത്രലാഭമോ ആഭരണ ലാഭമോ അല്ലെങ്കിൽ വാഹനം വന്നു ചേരാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വാഹനത്തിനായി പണം മുടക്കുന്ന ഒരു വാരമാണ് എന്നാണ് സൂചന എന്നുള്ള കാര്യം. ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ പ്രത്യേകം വണങ്ങുക എന്നുള്ളതാണ്. ദിവസവും വണങ്ങിക്കോളൂ. ഗണേശ സ്തോത്രം ജപിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. എന്നാൽ ഈ രാശിയിൽ ജനിച്ച ഒരു 30% ആൾക്കാർക്ക് അധിക പണച്ചെലവ് വരും. പൊതുവേ ഈ രാശിക്കാർക്ക് അധിക പണച്ചെലവ് ഉണ്ടെങ്കിലും ബാധ്യതയുള്ളവർക്ക് ആ അധിക പണച്ചെലവ് കൊണ്ട് പ്രയാസങ്ങൾ വരാം. ലോണൊക്കെ റീപേ ചെയ്യും, എങ്ങനെ റീപേ ചെയ്യും, എങ്ങനെ തിരിച്ചു കൊടുക്കും, കടം വാങ്ങിച്ചവരൊക്കെ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ ടെൻഷൻ കൂടാൻ സാധ്യതയുള്ള ഒരു വാരമാണ് എന്നറിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി പ്രീതി വരുത്തിക്കോളൂ. മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ആവശ്യത്തിന് പണം വന്നു ചേർന്നോളൂ. മഹാലക്ഷ്മി സ്തോത്രം ദിവസവും 5 പ്രാവശ്യം വെച്ച് ജപിക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യം അറിയാം. തിങ്കളാഴ്ചകളിൽ ദുർഗാ ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. ദേവി രക്ഷയ്ക്കായി എപ്പോഴും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പലപ്പോഴും ഈ രാശിക്കാർ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല സമയം വരിക? അതൊക്കെ വരും. പൊതുവേ നമ്മൾ 11 വ്യാഴം എന്നൊക്കെ പറയും എങ്കിലും അഷ്ടമശനി കാലമാണ്. അപ്പോൾ അഷ്ടമശനി കാലത്ത് അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളാണ്. അതുകൊണ്ട് ശനിപ്രീതി കൂടി വരുത്തിക്കൊള്ളൂ. ഈ രാശിക്കാർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്കും ഒക്കെ മെച്ചമായിട്ടുള്ള ഒരു വാരമാണ്. അനുകൂലമായിട്ടുള്ള വിവാഹാലോചനകളോ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യമോ ഒക്കെ ഈ വാരം കാണുന്നുണ്ട്. സന്തോഷമായിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. കാര്യതടസ്സം ആവർത്തിച്ച് വരുന്നല്ലോ എന്നോർത്ത് ടെൻഷൻ വരാം എന്നുള്ളതാണ്. പഠിക്കുന്ന കാര്യങ്ങളിലൊന്നും നന്നായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. ശരീരത്തിന് എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ ഒരു ക്ഷീണമാണ്. പിന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ധിക്കാര സ്വരത്തിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ പറയുന്ന അനുസരിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ അമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു വാരമാണ് ഈ രാശിയിൽ ജനിച്ച കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ. ബിസിനസ് രംഗത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല സമയമല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും വേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സൈൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് പിന്നീട് നിയമപരമായിട്ട് പ്രയാസങ്ങൾ വരുത്താം. അതുപോലെ ഓഫീസിലൊക്കെ ഡോക്യുമെൻറ്റ്സ് വളരെ, അല്ലെങ്കിൽ രജിസ്റ്ററൊക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ട സമയം. കാരണം പലതും നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ റോങ് എൻട്രീസൊക്കെ വരാനോ സാധ്യതയുള്ളൊരു സമയമാണ്. നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു വിവരം അറിയാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പാകപ്പിഴകൾ വരുന്ന ഒരു സമയമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പൊതുവെയുള്ള പ്രയാസങ്ങൾ നീക്കുവാൻ, പിന്നെ ഫൈനാൻഷ്യലിയും ഒരു ടൈറ്റ് സിറ്റുവേഷനാണ്. എന്താണെന്ന് വെച്ചാൽ അധിക പണച്ചെലവും പിന്നെ പഴയ ബാധ്യതകളും ഒക്കെ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കുന്ന ഒരു കാലം കൂടിയാണ്. അതൊക്കെ പ്രയാസങ്ങളൊക്കെ മാറ്റാൻ കഴിയുന്നുള്ളതിന് എന്താ സംശയം? ഈശ്വര പ്രാർത്ഥന കൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. അത്യാവശ്യം വേണ്ട കാര്യം വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം, മഹാലക്ഷ്മി ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ വളരെ നല്ലത്. ദിവസവും അന്നപൂർണേശ്വരി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാത്തിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അന്നപൂർണേശ്വരി രക്ഷിക്കും. സാന്നിധ്യം അവിടെ ഉണ്ടാവും, അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തരം അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളെങ്കിലും നടന്നു കിട്ടുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങും. കുടുംബത്തിൽ ആരെങ്കിലും ദൂരയാത്രയോ ദൂരദേശത്ത് ജോലിയോ വിദേശ ജോലിയോ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. എന്നാൽ വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ മനസ്സിനെ അലട്ടാം എന്നുള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് മനസ്സ് വേദനിക്കുന്ന ഒരു കാലം കൂടിയാണെന്ന് പ്രത്യേകിച്ചറിയാം. ഒരു ഏകാന്തത തോന്നിക്കാം ഈ രാശിയിൽ ജനിച്ച പലർക്കും. എന്നാൽ സാമ്പത്തികമായിട്ട് ക്രമേണ മെച്ചപ്പെടുന്നു. പഴയ ബാധ്യതകളൊക്കെ അല്പമെങ്കിലും ഒന്ന് കുറയ്ക്കാൻ ഭാഗ്യമുള്ള ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയും എന്ന ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം പ്രായമെത്തി നിൽക്കുന്നവർ അവരുടെ അമ്മയോ അച്ഛനും വിവാഹത്തിന് വേണ്ടി ശ്രമിക്കേണ്ട ഒരു വാരമാണെന്നും പ്രത്യേകിച്ച് യോജിച്ച രീതിയിലുള്ള ബന്ധം വരാനുള്ള ഭാഗ്യമുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം അങ്ങനെയൊക്കെ ഉള്ള ജാതകങ്ങളിലാണെന്നുണ്ടെങ്കിൽ അതിന് യോജിച്ച രീതിയിലുള്ള
ആലോചനകൾ വരാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയിൽ ഉയർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് തരക്കേടില്ലാത്ത ജോലി തന്നെ വന്ന് ചേരുവാനോ MNC പ്ലേസ്മെൻറ്റ് ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. ഹയർ എഡ്യൂക്കേഷനുള്ള പോസിബിലിറ്റിയും, അതായത് MTechനായാലും MBAക്കായാലും MBBS കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് MCHO MSO MDO അങ്ങനെയുള്ള കോഴ്സസിന് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണെന്ന് പ്രത്യേകിച്ച് ഈ രാശിയിൽ ജനിച്ചവരുടെ മാതൃസ്ഥാനീയർക്ക് അമ്മയുടെ ബന്ധുക്കൾ അവർക്ക് അത്ര നല്ലൊരു സമയമല്ല. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ മറ്റെന്തെങ്കിലും വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളോ അവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. മുകുന്ദാഷ്ടകം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കുവാൻ പറ്റിയൊരു വാരമല്ല. അതാണ് അറിയേണ്ട ഒരു കാര്യം. ഈ വാരം കുറച്ചു കാലമായി വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കൊക്കെ വിവാഹ ആലോചനകൾ വരും. അത് അങ്ങോട്ട് പൂർണ്ണമായിട്ടും നമുക്ക് അനുയോജ്യമായി തീരണം എന്നില്ല. അപ്പോൾ ആചാര്യന്മാർ പറയാറുള്ളത് സ്ഥാനതുല്യത ഉണ്ടോ എന്നൊക്കെ നോക്കണം, ജാതകപ്പൊരുത്തമൊക്കെ നോക്കിക്കോളൂ, എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്ന് പറയുന്ന ഒരു വാരമാണ്. വിവാഹാലോചനകൾ വന്നാലും അതൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രൂട്ടിനി ചെയ്ത് വേണം മുന്നോട്ട് പോകുവാൻ. അധിക പണച്ചെലവും ചെലവ് കൊണ്ടുള്ള പ്രയാസങ്ങളും പഴയ ബാധ്യത, കടം, ലോൺ ഇതൊക്കെ കൊണ്ടും പല പ്രയാസങ്ങളും വരുന്ന ഒരു വാരമാണെങ്കിലും അത് എളുപ്പം പ്രാർത്ഥന കൊണ്ട് അങ്ങോട്ട് നമുക്ക് മാറ്റുവാൻ കഴിയും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനും ഒരു പ്രായം കഴിഞ്ഞവർക്ക് കാരണമില്ലാതെ മനസ്സിനൊരു ടെൻഷൻ, അതായത് ഉറക്കക്കുറവ്, ശയനസുഖക്കുറവ് എന്നാണ് പറയുക. ഇനി ഉറങ്ങിയാൽ തന്നെയും ടെൻഷനോടുകൂടി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ ടെൻഷനോടുകൂടി ഉറങ്ങാൻ പോവുക, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ കാണുന്നു. പ്രത്യേകിച്ച് മധ്യവയസ്സ് 48 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതേറെ അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുതിയ ബിസിനസ്സൊന്നും തൽക്കാലം, ബിസിനസ്സിന് ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വരും. അത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് തൽക്കാലം വേണ്ട എന്നറിയുക. ജോലി വിടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും, അതിനും പറ്റിയ സമയമല്ല എന്ന് പ്രത്യേകിച്ച് അറിയുക. ജോലി മാറുന്നതുകൊണ്ട് പിന്നീട് ജോലി ലഭിക്കാനൊക്കെ കാര്യതടസ്സം കാണുന്നു എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞോളൂ. പലപ്പോഴും സാമ്പത്തികമായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലമാണെന്നും പ്രത്യേകിച്ച് അറിയാം. എന്നാൽ ഇതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിച്ചോളൂ. കിഴക്ക് ദർശനമായിട്ട് 5 പ്രാവശ്യം ജപിച്ചോളൂ. അടുത്ത മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം കൂടി നടത്തുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പല കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ വന്നു തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കും എന്നുള്ളതാണ്. അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തരക്കേടില്ലാത്ത ജോലിയോ വിദേശ ജോലിയോ MNC പ്ലേസ്മെൻറ്റോ ഒക്കെ ലഭിക്കുന്ന ഒരു വാരമാണ്. അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ജോലി കിട്ടും. നമ്മുടെ പെർഫോമൻസ് ഇൻ്റർവ്യൂ, റിട്ടൺ ടെസ്റ്റിൻ്റെ അതനുസരിച്ചിട്ടായിരിക്കും, നമ്മുടെ ആ ഒരു ഗ്രേഡ് അനുസരിച്ചായിരിക്കും ജോലി ലഭിക്കുന്നത്. അപ്പോൾ പലത് കേൾക്കുന്ന പലരും പറയും അത് പിന്നെ നമുക്കറിയില്ല, നമ്മുടെ പെർഫോമൻസ് നന്നായാൽ ജോലി കിട്ടും എന്നൊക്കെ ചിലർ പറഞ്ഞു എന്ന് വരും. അങ്ങനെയല്ല, പലപ്പോഴും നമ്മുടെ പെർഫോമൻസ് നന്നായാലും ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർക്ക് അത് അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ജോലി കിട്ടണമെന്നില്ല. അതുപോലെ റിട്ടൺ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷേ എന്തോ കാരണം കൊണ്ട് മറ്റുള്ളവർ ഇതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരാം പലപ്പോഴും. ഈ രാശിക്കാർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. പെർഫോമൻസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ജോലി സാധ്യത ഏറെയാണ്. ബിസിനസ്സിലും അതുപോലെ ശ്രമം കൊണ്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വസ്തു വാങ്ങുവാനോ ആഭരണം വാങ്ങുവാനോ സാധ്യതയുണ്ട്. വാഹനം ലഭിക്കുവാനോ വാഹനത്തിന് വേണ്ടി പണം ചെലവാക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നുണ്ട്. ഈ രാശിയിൽ ജനിച്ച കുട്ടികൾക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ അവർക്ക് മംഗളകർമ്മങ്ങൾ വരുവാനോ, അതായത് വിവാഹം, സന്തതിയുടെ ജനനം മുതലായവയൊക്കെ വരുവാനോ സാധ്യതയുള്ള വാരമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. പൊതുവെ അനുകൂല ഫലസൂചനകൾ കാണുന്നു എന്നുള്ളതുകൊണ്ട് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, കഴിയുമെങ്കിൽ
ദിവസവും ഭദ്രകാളി സ്തോത്രം, ഭദ്രാംബിക അഷ്ടോത്തര ശതനാമാവലിയുണ്ട്. അത് ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നു മാത്രമല്ല ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ യാത്രകൾ കൊണ്ട് സന്തോഷം വരും എന്നുള്ളതാണ്, തീർത്ഥാടനത്തിനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും യാത്ര ഉണ്ടാകാനുള്ള ഒരു യോഗമാണ് ഈ വാരം കാണുന്നത്. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ പ്രയാസങ്ങൾ കാണുന്നു, ഇൻഫെക്ഷൻ പ്രോൺനെസ്, അങ്ങനെയുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ഇവയൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ അച്ഛൻ പിതൃസ്ഥാനീയർക്ക്, അച്ഛൻ അല്ലെങ്കിൽ പിതൃസ്ഥാനമുള്ളവർക്ക്, കൊച്ചച്ഛൻ വലിയച്ഛൻ അങ്ങനെയുള്ളവർക്ക് ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ അവർക്ക് ചില വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളോ ഏറുന്ന ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത വാരമാണ്. അത് വിവാഹാലോചനകൾ വരും, എന്നാൽ അതിൻ്റെ ഒരു നിശ്ചയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം കൂടി വൈകാമെങ്കിലും കുറച്ചു കാലമായിട്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായിട്ട് വിവാഹാലോചനകൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പുതിയ കോഴ്സസിന് അപ്ലൈ ചെയ്യേണ്ട കാലമാണ്. അഡ്മിഷനൊക്കെ അല്പം വൈകിയാലും ചില കാര്യതടസ്സം വന്നാലും അക്കാഡമിക്സിലായാലും ജോലിക്കായാലും അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ആരംഭിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കാണുന്ന വാരമാണ് എന്നറിയാം. പണം ചിലവാകുമെങ്കിലും ആവശ്യത്തിന് പണം വന്നു ചേരും എന്നുള്ളതാണ് ഈ വാരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്രതീക്ഷിതമായിട്ട് അല്പം പണം ഓഫീഷ്യൽസിനൊക്കെ വന്നു ചേരാനുള്ള, പൊതുവെ ജീവനക്കാർക്കൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പൊതുവെയുള്ള കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കുവാനായി വ്യാഴപ്രീതി വരുത്തുക. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി എന്നുള്ള ശ്ലോകം ഭക്തിപൂർവ്വം 9 പ്രാവശ്യം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വരും, സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടുന്നുള്ളതാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ വിജയിക്കുവാനുള്ളൊരു ഭാഗ്യമുണ്ട്, അല്ലെങ്കിൽ വിജയിക്കുന്നതിൻ്റെ ആ ഒരു സൂചന ഒക്കെ ലഭിക്കുവാനുള്ള ഒരു യോഗമുണ്ട് എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ ലഭിക്കാം. ഇപ്പോൾ PG ഇൻ മെഡിസിൻ ആകാം, PG ഇൻ എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റിലാകാം. ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. അതിപ്പോൾ ഗ്രാജുവേഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. നമുക്കിഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ രീതിയിലുള്ള എഡ്യൂക്കേഷൻ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി എഡ്യൂക്കേഷനിലൊരു ഡൾനെസ് മാറ്റുവാൻ കഴിയുന്ന, അത് മന്ദത എന്ന് നമ്മൾ പറയുമല്ലോ, അത് മാറ്റുവാൻ കഴിയുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. വിവാഹ കാര്യങ്ങൾക്ക് മംഗളമാണ് ഈ വാരം. വിവാഹ നിശ്ചയമൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം തന്നെ നടക്കാനുള്ള ഒരു യോഗവും ഈ വാരം കാണുന്നു. അതുകൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ വിവാഹ ചൊവ്വാദോഷം രാഹുദോഷം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് വിവാഹം വൈകിയവർക്ക് വിവാഹ നിശ്ചയമോ വിവാഹമോ തന്നെ വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. അടുത്ത മഹാക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുമെങ്കിൽ ദിവസവും വണങ്ങുവാൻ ശ്രമിക്കുക. ദൂരത്താണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചകളിൽ വണങ്ങുക. അവിടെ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഒരു നാളികേരമോ ഒരു പുഷ്പമോ ഒക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നവർക്ക് അതായത് ഒരു കാര്യവും അങ്ങോട്ട് നടക്കുന്നില്ല എന്ന് ചിന്തിച്ചവർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും, സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം കൊണ്ട് പ്രയാസങ്ങളുടെ സാധ്യത കാണുന്നുണ്ട്. വാഹനം കൊണ്ട് ജീവിക്കുന്നവർക്ക് വാഹനങ്ങൾക്ക് അധിക ചെലവ് വരാം, അൺഎക്സ്പെക്റ്റഡ് റിപ്പയറൊക്കെ വരാം. തട്ട് അങ്ങനെ ചെറിയ മൈനർ ആയിട്ടുള്ള തട്ടുമുട്ട് അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. രാത്രികാല സഞ്ചാരം കുറയ്ക്കുക പ്രായമായവർ. അതുപോലെ ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും പാടില്ല. വീഴ്ച മുറിവിനുള്ള സാധ്യത ഏറെയാണ്. ആരോഗ്യപ്രയാസങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആഹാര വസ്തുക്കൾ പുറത്തുനിന്ന്
കഴിക്കുന്നത് ഒന്ന് കുറച്ചോളുക എന്നുള്ളതാണ്. അലർജി കണ്ടീഷൻസൊക്കെ വരാം ഈ ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്നവർക്ക് എന്നുള്ള കാര്യം അറിയുക. പ്രായമായവർ സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. രക്തദൂഷ്യം, ബ്ലഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് വരുവാൻ അതുകൊണ്ട് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഇൻഫെക്ഷൻ പ്രോൺനെസ് വളരെ ചെറിയ കുട്ടികൾക്ക് കാണുന്നു, ചെറിയ ഇൻഫെക്ഷൻ, പനി മുതലായ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഈ വാരം കാണുന്നുണ്ട്. എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണം വരും, എന്നാൽ ബാധ്യത കൊണ്ട് ഈ പണം വരുന്നത് ചിലപ്പോൾ അത്ര അങ്ങോട്ട് സന്തോഷം നമുക്ക് പകരണം എന്നില്ല. പഴയ ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അത് ഈ വരുന്ന പണം എക്സ്ട്രാ മണി അങ്ങോട്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആത്മവിശ്വാസം വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് ജപിക്കേണ്ടത് ആദിത്യ ഹൃദയ സ്തോത്രമാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈക ദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം അരുണഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി തതോ യുദ്ധ പരിശ്രാന്തം. ഇങ്ങനെ പോകുന്നു ആ സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ മാറും എന്ന് മാത്രമല്ല, ചില വ്യക്തികളെ കൊണ്ടോ സാഹചര്യത്തെ കൊണ്ടോ ഒക്കെ നമ്മുടെ കാര്യങ്ങൾ പലപ്പോഴും സാധിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ജപം ആ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരുന്നുള്ളതിൽ സംശയം വേണ്ട. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഈ ജപം കൊണ്ട് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഗൃഹത്തിൽ ഐശ്വര്യവും മംഗളവും വന്നു ചേരും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ഈ ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്ന ഒന്ന് കുറയ്ക്കേണ്ട സമയമാണ്. കാരണം അലർജിക് കണ്ടീഷൻസ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പുതിയ മെഡിസിനൊക്കെ കഴിച്ചാൽ അതുകൊണ്ട് പല തരത്തിലുള്ള പ്രയാസങ്ങൾ വരാം. BP പേഷ്യൻസും കൊളസ്ട്രോൾ, ഡയബറ്റിക് പേഷ്യൻസും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് അതിന് വലിയ പ്രയാസങ്ങളില്ല. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കുറയ്ക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജപിക്കുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ തീർച്ചയായിട്ടും നീങ്ങിപ്പോകും. വാഹനത്തിന് ചെറിയ പ്രയാസങ്ങളുടെ ഒരു സൂചന ഈ വാരം കാണുന്നുണ്ട്. അതുപോലെ ഓഫീസിൽ ചെറിയ ടെൻഷൻസൊക്കെ വരാം. അപ്പോൾ ജോലി മാറാനൊക്കെയുള്ള ഒരു ടെൻഡൻസി വരും. എന്നാൽ ജോലി മാറുവാൻ പറ്റിയൊരു വാരമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തോളുക. അത് വളരെ പ്രധാനമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയൊരു വരുമാന മാർഗത്തിൻ്റെ സൂചനയൊക്കെ ഈ വാരം കാണുന്നുണ്ട്. കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്യുവാനും ഹയർ എഡ്യൂക്കേഷനും ശ്രമിക്കാവുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. ഹയർ എഡ്യൂക്കേഷന് പോസിബിലിറ്റി ഏറെയുള്ള ഒരു മാസമാണ്. ദൂരദേശത്തും വിദേശത്തും ഒക്കെ യാത്ര ചെയ്യുവാനും യോഗമുള്ളൊരു സമയമാണ്. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനായി ഗണപതിക്കൊരു നാളികേരം നിവേദിക്കുക അടുത്ത ക്ഷേത്രത്തിൽ. അതുപോലെ ഗണേശ സ്തോത്രം ജപിക്കേണ്ടത് അത്യാവശ്യം. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ടൈറ്റ് ഒരു സിറ്റുവേഷൻ കുറച്ച് പേർക്ക് ഈ രാശിയിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. അവർ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. കുടുംബത്തിൽ മംഗളവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാകാം, പരിഹാര നിർദ്ദേശങ്ങൾ സഹിതം മറുപടി ലഭിക്കും, അല്ലെങ്കിൽ പറയും. ഈ പ്രോഗ്രാമിൽ പറയുന്നതാണ് ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, അതുപോലെ പൂർണ്ണമായിട്ടുള്ള പേര്, എവിടെ നിന്നാണ് മെയിൽ അയക്കുന്നത് എന്നുള്ള വിവരവും ഉണ്ടായിരിക്കണം. ഈ പ്രോഗ്രാമിലൂടെ കഴിയുന്ന മെയിൽസിന് മറുപടി നൽകുവാൻ ശ്രമിക്കാം. ആദ്യത്തെ മെയിൽ മിസ്സസ് മഹതി, വൈത്തിരി, നക്ഷത്രം ചോതി, 58 വയസ്സാണ്, തനിച്ചാണ്, മക്കൾ US-ലാണ്. എന്താണ് ഭാവി? വളരെ ഏകാന്തത അനുഭവിക്കുന്നു. ജാതകത്തിൽ ചോദ്യ നക്ഷത്രമാണ്. ചോദ്യ നക്ഷത്രത്തിന് ഇപ്പോഴും അത്ര നല്ല സമയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏകാന്തതയൊക്കെ ഫീൽ ചെയ്തത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എഴുതിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ട് ഏകാന്തത ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം യോഗ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, 6 വർഷത്തോളം ട്രെയിൻഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. രചനയുണ്ട്, പണ്ട് പല മാഗസീൻസിലും എഴുതിയിട്ടുണ്ട്. ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിവുകളിൽ നിന്ന് നോക്കുമ്പോൾ യോഗ ടീച്ചറായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എൻഗേജ്മെൻറ്റായി ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം, മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും. ഒന്ന് അത് പിന്നെ ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ ആചാര്യസ്ഥാനം കാണിക്കുന്നുണ്ട്. അത് നേരത്തെ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നില്ലേ, ഒരു ടീച്ചിങ് ലൈനിലുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഡാൻസോ യോഗയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും ആൾക്കാരോട്. കാരണം ഒരു ഗുരു ബലവാനായതുകൊണ്ട്
തീർച്ചയായിട്ടും ടീച്ചിങ്ങിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി അതങ്ങോട്ട് തുടരുക എന്നുള്ളതാണ്. അത് ശക്തമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തുടരുക. വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആകാം. ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തെടുക്കണമല്ലോ, മാർക്കറ്റിങ്ങും ഒക്കെ വേണമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആകാവുന്നതാണ്. എന്തായാലും ഈ ജാതകം നല്ല ജാതകമാണ്. സാമ്പത്തികമായിട്ട് ഇത്രയും കാലം നന്നായിരുന്നു, ഇനി ഇതിനേക്കാൾ നന്നാവും. സ്വന്തമായിട്ടുള്ള വരുമാനം ശക്തമായിട്ടുണ്ടാകുന്ന ഒരു സമയം ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മുതൽ, ചിങ്ങമാസം മുതൽ നല്ലൊരു കാലം ഭാവിയിൽ വരും. ഈ ഏകാന്തതയ്ക്ക് ഇപ്പം അങ്ങോട്ട് മാറിക്കോളും. യുൽ ബി വെരി ഹാപ്പി എന്നുള്ളതാണ് ജാതകത്തിൽ കാണുന്നത്. സന്തോഷമായിരിക്കും. ശ്രീ വേലപ്പൻ മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. 24 വയസ്സ്, ചതയം നക്ഷത്രം. പഠനമൊക്കെ മുടങ്ങി, അലസതയാണ്, കൂട്ടുകെട്ടുണ്ട്, എന്താണ് ഭാവി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. +2 ആണ്. ITI, അത് ITI എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലഭിച്ച ആളാണോ എന്ന് പറഞ്ഞിട്ടില്ല. ITI ഒക്കെ ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ഒരു ജോബ് പുറത്ത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം വിദേശ ധനം വരാനുള്ള ഭാഗ്യം ജാതകത്തിലുണ്ട്. ഈ അച്ഛൻ വിദേശത്ത് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. കുടുംബത്തിൽ വിദേശ ധനം വരാനുള്ള ഭാഗ്യമുണ്ട്. നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്നാൽ ഇപ്പോഴുള്ള കാലം ചതയം 7 ശനിക്കാലമാണ് ഈ നക്ഷത്രത്തിന്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വരാം. അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ള കാര്യം. വാരം മാത്രമല്ല, കാലം അങ്ങനെയാണ്. പൊതുവെ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. അപ്പോൾ കൂട്ടുകെട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. അടുത്ത വർഷം മുതൽ 2026 മുതൽ ക്രമേണ കാര്യങ്ങൾ അനുകൂലമാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ദിവസവും മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. നല്ല ബുദ്ധി കുട്ടിക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഉയർച്ചയും ജീവിതത്തിലുണ്ടാകും. സന്തോഷമായിട്ടിരിക്കുക. മിസ് ഗംഗ 34 ചെന്നൈ. നക്ഷത്രം അനിഴം. ഡിവോഴ്സിയാണ്. കുട്ടികളില്ല. MNCയിൽ വർക്ക് ചെയ്യുന്നു. റീമാരേജ് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനിഴം നക്ഷത്രമാണ്. ഇപ്പോൾ ശ്രമിക്കാവുന്ന കാലമാണ്. 2025 ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. ആദ്യം ഒരു തടസ്സമൊക്കെ വന്നതിന് ശേഷം വിവാഹം നടക്കുകയുള്ളൂ. കാരണം കണ്ടകശനിയുടെ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചമശനിയാണ്. കുറച്ചൊക്കെ ഒരു തടസ്സം വന്നതിന് ശേഷം അല്പം ഒരു ടെൻഷനൊക്കെ വന്നതിന് ശേഷമായിരിക്കും വിവാഹം നടക്കുക. അപ്പോൾ 2025-26 വിവാഹത്തിന് ശ്രമിച്ചോളൂ. തീർച്ചയായിട്ടും ഉയർച്ചയുണ്ടാവും. ചെയ്യേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ്. ഉമാമഹേശ്വര സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിസ്സസ് ഇന്ദ്രാണി, മകൻ +2, ഏത് ഫീൽഡിലാണ്? ഉത്രട്ടാതി, ഡൽഹിയിൽ സെറ്റിൽഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജാതകം അനുസരിച്ച് വളരെ ബിഗ് മെഷീൻസുമായിട്ട് ബന്ധപ്പെട്ട ജോലി ആണ് നല്ലത് എന്നാണ്. അപ്പോൾ അതിൽ ചേരുന്ന ഒരു എഡ്യൂക്കേഷനാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്. അങ്ങനെയൊക്കെയുള്ള ഫീൽഡായിരിക്കും ഏറ്റവും നല്ലത് എന്ന് കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിദേശയാത്ര, ദൂരദേശ യാത്ര ഇവയ്ക്കുള്ള ഭാഗ്യവും ജാതകത്തിൽ ഉണ്ട്. അല്പം ഒരു അലസത ഉള്ള കാലമാണ്. അപ്പോൾ അതുകൊണ്ട് പഠന കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാഡം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഉയർച്ച വരാനുള്ള ഭാഗ്യം, സിസ്റ്റമാറ്റിക് റൈസ് ആയിരിക്കും. ഒരു ഫൈൻ മോർണിംഗ് കിട്ടുന്ന സമ്പത്തല്ല. അപ്പോൾ ഉയർച്ച വരാനുള്ള ഭാഗ്യമുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും വരും. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.